പ്രേക്ഷകരെ, നമ്മൾ കടന്നുപോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പാചകവാതകവുമായി ബന്ധപ്പെട്ടാണ്. രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി അതിരൂക്ഷമാണ്. വാണിജ്യ സിലിണ്ടർ കിട്ടാനില്ലാതായതോടെ സംസ്ഥാനത്ത് കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. ആവശ്യക്കാരേറിയതോടെ വിറകിനും വില കൂടി. ആശുപത്രികളിലും ഹോസ്റ്റലുകളിലും സിനിമാ സെറ്റുകളിലും പ്രതിസന്ധിയാണ്. പൂഴ്ത്തിവെപ്പ് തടയാൻ രാജ്യവ്യാപകമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഗ്യാസ് ഏജൻസിക്ക് മുന്നിൽ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം നടക്കുകയാണ്. സുനിഷ അയലൂരും ഗോപാൽ ശിലാസനിലും നിതിൻ സേവ്യറും AK അഭിലാഷും YS അഭിനന്ദും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം നമുക്ക് മഹിളാ കോൺഗ്രസിന്റെ സമരവേദിയിലേക്ക് പോകാം. സുനിഷ അയലൂർ ചേരുകയാണ്. സുനിഷ, വലിയ പ്രതിഷേധമുണ്ട് എന്നുള്ളതാണ്. ചിത്രങ്ങളുമായി, LPG സിലിണ്ടറിന്റെ ചിത്രങ്ങളുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം? ഇതിപ്പോ രാജ്യവ്യാപകമായ ഒരു പ്രതിസന്ധിയല്ലേ? തീർച്ചയായിട്ടും അത് LPG പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു മഹിളാ കോൺഗ്രസ് എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതാ ഈ ഗ്യാസ് ഏജൻസിക്ക് മുന്നിലാണ് ഇന്ന് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം നടന്നിരിക്കുന്നത്. മോദി ഗ്യാരണ്ടി, അത് ഗ്യാസ് പോയ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം കാണാനും കഴിയുന്നത്. ഏതായാലും അടുപ്പ് വെട്ടിക്കൊണ്ട് ഒരു സമര രീതിയിലേക്കാണ് കടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഗാർഹിക സിലിണ്ടറുകൾക്ക് ക്ഷാമമില്ല എന്ന് നരേന്ദ്രമോദി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ കേന്ദ്രം പറയുന്നത് കള്ളമാണ്. ബുക്ക് ചെയ്തിട്ടും എവിടെയാണ് ഗ്യാസ് ലഭിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഗ്യാസ് ഏജൻസിക്ക് മുന്നിൽ ഇത്തരത്തിൽ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധവും നടക്കുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക്, വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിൽ ഹോട്ടലുകളെല്ലാം പൂട്ടുന്ന സ്ഥിതിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അമ്പലങ്ങളിൽ ഒരു പ്രസാദം കൊടുക്കാൻ പോലും കഴിയാത്ത സ്ഥിതി ഒരു വശത്തുണ്ട്. വീടുകളിലെല്ലാം തന്നെ ഗ്യാസ് ലഭിക്കാത്ത സ്ഥിതിയായിട്ടുണ്ട്. വിറകടുപ്പിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഏതായാലും സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇനിയും പ്രതിഷേധം ഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതിഷേധം ഘടിപ്പിക്കേണ്ടി വരും. ഇത് സാധാരണക്കാരായ ആളുകളുടെ, വീട്ടമ്മമാരുടെ ആവശ്യമാണ്. ഇത് കണ്ടില്ല എന്ന് നടിച്ച് കേന്ദ്ര ഗവൺമെന്റും അതിനോടൊപ്പം കേരള ഗവൺമെന്റും ഒരു നടപടിയും ഇതിനെതിരെ സ്വീകരിക്കുന്നില്ല. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കാതെ മുന്നോട്ട് പോകേണ്ട നടപടികളായിരുന്നു ഗവൺമെന്റുകൾ സ്വീകരിക്കേണ്ടിയിരുന്നത്. ഇന്നത് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രം. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളും പ്രതികരണങ്ങളുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഗോപാൽ ശിലാസനിൽ കൂടി നമ്മളോടൊപ്പം. ഗോപാൽ, തിരുവനന്തപുരത്ത് ഹോട്ടലുകൾ ഓരോന്നായി പൂട്ടുവീഴുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മുന്നോട്ട് പോകാനുള്ള ഒരു നിലയും കാണുന്നില്ല. ഇന്നിപ്പോൾ കൂടുതൽ കർശനമാക്കുകയാണ് കേന്ദ്ര നിലപാട്. കൂടുതൽ നിയന്ത്രണങ്ങളും വരികയാണ്. എന്താണ് ഹോട്ടലുകൾക്ക് മുമ്പിലുള്ള പ്രതിവിധി? മാധു, തിരുവനന്തപുരത്ത് വലിയ പ്രതിസന്ധിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം 5 ദിവസമായി പല ഹോട്ടലുകളും വിറകടുപ്പുകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തായിട്ടുള്ള അമ്മച്ചി ഹോട്ടൽ. അമ്മച്ചി ഹോട്ടൽ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് നഗരത്തിൽ നല്ല മീൻ കറിയും മീൻ പൊരിച്ചതും കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഹോട്ടലാണ്. ആ ഹോട്ടലിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ എന്താണ് എന്ന് നമുക്ക് നേരിട്ട് തന്നെ ഒന്ന് കാണാൻ സാധിക്കും. ഇവിടെ ദിവസം 3 സിലിണ്ടർ മിച്ചം വരുന്ന തരത്തിലേക്ക് സ്പെയർ വെച്ചായിരുന്നു ഇവർ ഇവിടെ പാചകം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അവസാനത്തെ സിലിണ്ടറിലാണ് ഈ മീൻ കിടന്ന് പൊരിയുന്നത്, അല്ലെങ്കിൽ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചേച്ചി, എന്നതാ മീനെന്ന് എന്നത്? സാധാരണ അയല മാത്രമേ ഉണ്ടാവാറുള്ളൂ? ഒരുപാട് മീനുണ്ടാവും? എല്ലാ മീനും ഉണ്ട്, 5-6 ഐറ്റം ഉണ്ടാവും. അപ്പോൾ ഈ എന്താ നമ്മുടെ ഒരു അവസ്ഥ എന്താ നിലവിൽ? എത്ര സിലിണ്ടർ ഉണ്ട്? സാധനങ്ങളാണ് ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേട്ടാ, ഇപ്പോൾ എത്ര ദിവസമായി ഒരു വലിയ പ്രതിസന്ധി തുടങ്ങിയിട്ട്? ഒരാഴ്ച കൂടുതലായി. അപ്പോൾ ഈ നേരത്തെ ഇവിടെ ഉള്ളവരോട് സംസാരിച്ചപ്പോൾ നമ്മൾ മെനു ഒക്കെ കുറച്ചു എന്ന് കേട്ടു. മെനു കുറച്ചു. കപ്പയില്ല, കൂട്ടുകറിയില്ല, ഒരുപാട് ഐറ്റങ്ങളൊക്കെ കുറച്ചു. എന്തൊക്കെയാ ഉള്ളത്? മീൻകറിയും സാമ്പാറും കൂട്ടുകറിയും മാത്രമേ ഉള്ളൂ, അച്ചാറും. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലോ? ബ്രേക്ക്ഫാസ്റ്റ് അപ്പമില്ല, ഇടിയപ്പം, ഇഡലി, പൊറോട്ട. ഇപ്പോൾ ഈ ഒരു കുറ്റിയും കൂടി തീർന്നു കഴിഞ്ഞാൽ എങ്ങനെ വിറകിലേക്ക് മാറാനാണോ? ഇവിടെ ഞങ്ങൾ അടുപ്പിടാനുള്ള പ്ലാനാണ് തിങ്കളാഴ്ച തൊട്ട്. അല്ലാതെ മുന്നോട്ട് പോവില്ല, പാഴ്സൽ മാത്രം കൊടുക്കാം എന്നുള്ള രീതിക്ക്. അപ്പോൾ ഈ വിറകടുപ്പൊക്കെ ഇടുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ? അതും ഈ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. പറഞ്ഞിട്ട് നിവർത്തില്ല, വേറെ ഗ്യാസ്. ശരി ഗോപാൽ, മനസ്സിലാവും. നമുക്ക് ആള് വന്ന് ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഇടമാണ്, വിഭവങ്ങളുടെ സമൃദ്ധിയുള്ള ഇടമാണ്. പക്ഷേ അവിടെയൊക്കെ അതൊക്കെ വെട്ടിക്കുറയ്ക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നിതിൻ സേവ്യർ കൂടി നമ്മളോടൊപ്പമുണ്ട്. നിതിൻ, എറണാകുളത്തെ കാഴ്ച എന്താണ്? എറണാകുളത്തും സമാനമായ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. പല ഹോട്ടലുകളും എങ്ങനെ മുന്നോട്ട് പോകും, എത്ര ദിവസം മുന്നോട്ട് പോകും എന്നറിയാത്ത സാഹചര്യമാണുള്ളത്. തീർച്ചയായും അത് എറണാകുളത്തെയും സ്ഥിതി ഗുരുതരം തന്നെയാണ്. വലിയ പ്രതിസന്ധിയാണ് എറണാകുളത്ത് നേരിടുന്നത്. പല ഹോട്ടലുകളും
കഴിഞ്ഞ ദിവസം തന്നെ അടച്ചുപൂട്ടിയിരുന്നു. ഇപ്പോൾ ചില ഹോട്ടലുകൾ ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട്. പ്രവർത്തിക്കുന്ന ഹോട്ടലുകളുടെ പുറത്ത് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഫ്ലെക്സുകളോ നോട്ടീസുകളോ കാണാൻ സാധിക്കും. അതായത് ഈ ഗ്യാസ് സപ്ലൈയുടെ ക്രൈസിസ് ഉള്ളതിനാൽ നിങ്ങൾ സഹകരിക്കണം, പല വിഭവങ്ങളും വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ മറ്റു പല മേഖലകളിലും ഇത് ബാധിച്ചിട്ടുമുണ്ട്. ഹോസ്റ്റലുകളടക്കം വലിയ തോതിൽ ബാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 2000-ഓളം ഹോട്ടലുകളാണ് എറണാകുളം ജില്ലയിലുള്ളത്. അതിൽ കൂടുതലും പുറത്തുനിന്ന് ആളുകൾ വന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ ഒക്കെ താമസിക്കുന്ന ഹോട്ടലുകളാണ്. ക്ലൗഡ് കിച്ചണുകളെ ബാധിക്കും, സിനിമാ സെറ്റുകളിൽ വലിയ തോതിൽ അത് ബാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് 18 സിനിമകളുടെ ഷൂട്ടിംഗാണ് നിലവിൽ മലയാളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിർത്തിവെക്കേണ്ടി വന്നാൽ 5 കോടി രൂപയുടെ നഷ്ടം നിർമ്മാതാക്കൾക്കുണ്ടാകും. ഒപ്പം തന്നെ ഈ താരങ്ങളുടെയൊക്കെ ഡേറ്റ് വീണ്ടും കിട്ടാൻ പാടുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഈ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഈ പൂഴ്ത്തിവയ്പ് തടയാനും ഒപ്പം തന്നെ ഇനി എത്ര ദിവസം ഈ ഗ്യാസ് സിലിണ്ടറുമായി മുന്നോട്ട് പോകാൻ അറിയാൻ പറ്റും. ഗ്യാസ് ഏജൻസികളുടെയും ഓയിൽ കമ്പനി പ്രതിനിധികളുടെയും ഒക്കെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അത് എറണാകുളം ജില്ലാ കോടതിക്ക് സമീപമുള്ള ഊട്ടുപുര എന്നൊരു ഹോട്ടലിലാണ്. ചേച്ചി, ഇനിയിപ്പോൾ എത്ര ദിവസത്തേക്ക് കൂടി സിലിണ്ടർ ബാക്കിയുണ്ടാവും? അത് എനിക്ക് കറക്റ്റായിട്ടല്ല, ഞങ്ങളുടെ മെയിൻ ഷെഫുണ്ട്, പുള്ളി വരും, ആളെന്നെ കുറിച്ച്. ഇപ്പം വലിയ പ്രതിസന്ധിയുണ്ട്. നല്ല രീതിക്കുണ്ട്. ഏതെങ്കിലും മെനു ഒക്കെ വെട്ടിച്ചുരുക്കിയിട്ടുണ്ടോ? നല്ല രീതിക്ക് വെട്ടിയിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ. ഇപ്പൊ മെനു ഒക്കെ ഐറ്റമൊക്കെ കുറച്ച്, ഇപ്പൊ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. എളുപ്പത്തിൽ നമുക്ക് ശരി, മേഖലയിലെ ആളുകളുടെ വരുമാനത്തെ വലിയ തോതിൽ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നത് വ്യക്തമാക്കുകയാണ്. വിഭവങ്ങൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. 2-3 ദിവസം പരമാവധി എന്നതാണ്. ഇനി സിലിണ്ടർ കിട്ടുമോ എന്ന ആശങ്കയും ഒക്കെയുണ്ട്. നമുക്ക്